നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ധാരാളം ഔഷധ ഗുണങ്ങളുള്ള രംഭ എന്ന സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഇത് സുഗന്ധമുള്ളൊരു സസ്യം കൂടിയാണിത്. പൊണ്ടാനേസിയ കുടുംബാംഗമായ ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം പൊണ്ടാനസ് അമരില്ലിഫോളിയസ് എന്നതാണ്. മൊളുക്കാസ് ദ്വീപാണ് ഈ സസ്യത്തിൻ്റെ ജന്മദേശമായി കണക്കാക്കുന്നത്. ബിരിയാണി അടക്കമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് സുഗന്ധം നൽകാൻ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇതിനെ ബിരിയാണി കൈത എന്നും പറയുന്നു. ഏകദേശം കൈതയുടെ ചെടിയോട് സാദൃശ്യമുള്ള സസ്യമാണിത്. ഇതിൻ്റെ ഇലകൾ വളരെ മനോഹരമായതാണ്. അത് വീതി കുറഞ്ഞ നീളത്തിൽ 4 വശത്തേക്കുമായി വളരുന്നു. ഇതിൻ്റെ ഇലയുടെ ക്രമീകരണമാണ് ഈ സസ്യത്തിന് ഭംഗി നൽകുന്നത്. അതുകൊണ്ട് ഇത് അലങ്കാര ചെടിയായും നട്ടുവളർത്തുന്നു. ഇതിന് സാധാരണയായി പൂക്കൾ കാണാറില്ല. പൂർണ്ണ വളർച്ചയെത്തിയ ഈ സസ്യം ഏകദേശം 5 അടിയോളം ഉയരത്തിൽ വളരുന്നു. ഈ സസ്യത്തിൻ്റെ ഗന്ധം നൽകുന്നത് അസറ്റൈൽ പൈറോളിൻ എന്ന രാസവസ്തുവാണ്. അത് ഇലയുടെ അടിഭാഗത്തുള്ള സൂക്ഷ്മനാരുകളിലാണ് ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. ചായ ഉണ്ടാക്കുന്നതിനും ഇതിൻ്റെ ഇല ഉപയോഗിച്ചു വരുന്നു. ഇതിൻ്റെ പ്രധാന ഔഷധയോഗ്യ ഭാഗം ഇതിൻ്റെ ഇല തന്നെയാണ്. കോശങ്ങൾക്ക് ഉത്തേജനം നൽകുന്ന ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, ടാനിൻ, ആൽക്കലോയിഡ് തുടങ്ങിയ രാസവസ്തുക്കളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. പ്രധാനമായും ഇത് വ്രണങ്ങൾക്കാണ് ഉപയോഗിച്ചു വരുന്നത്. ഇതിൻ്റെ ഇല ചവയ്ക്കുന്നത് വായ്നാറ്റത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. ഈ രംഭ എന്ന ഒരു സുന്ദരിയുടെ പേരാണ്. ഇതൊരു സൗന്ദര്യവർദ്ധന വസ്തുവാണ്. ശരിക്ക് ഒരു അരോമ തെറാപ്പിക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിട്ടുണ്ടാകുന്ന ഒരു ഓയില് അത് ഈ കുളിക്കുന്ന വെള്ളത്തിൽ 4 തുള്ളി ഒഴിച്ചിട്ട് അതിലിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ ഈ വിയർപ്പ് നാറ്റം പോകും. അതുപോലെ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം ഈ വായനാറ്റമുള്ള ആൾക്കാർ ഇത് പൽപ്പൊടിയായിട്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ വായനാറ്റം പോകുന്നതാണ്. പിന്നെ ഈ വ്രണങ്ങൾ, അതായത് ഈ വളരെ ചീഞ്ഞളിഞ്ഞ് ചീത്ത മണത്തോടു കൂടിയ വ്രണമുണ്ട്, അവിടെ നമ്മൾ സാധാരണ ഈ ത്രിബലിട്ട് കഴുകുമ്പോൾ ഇതും കൂടി ഇട്ട് തിളപ്പിക്കും. അപ്പോൾ അതിൻ്റെ ഒരു മണം ആ ചീത്ത മണത്തിനെ കളയാൻ ഉപയോഗിക്കും. പിന്നെ ഈ കക്ഷത്തും ഈ വേർപ്പ് നാറ്റമുള്ള ആൾക്കാർ കക്ഷത്തൊക്കെ ഇതിൻ്റെ ഈ ഓയിൽ കുറേശ്ശെ പറ്റി കുളിച്ച് കഴിഞ്ഞാൽ കക്ഷത്തുണ്ടാകുന്ന വേർപ്പ് നാറ്റമൊക്കെ ഒന്ന് കുറയും. പിന്നെ ഈ തലയിൽ ഈ പേനും ഈരും ഒക്കെ ഇരുന്ന കുട്ടികളുടെ തല അങ്ങനെ ഒരു നാറുന്ന കണ്ടീഷനുണ്ട്. അവിടെ ഇത് താളിയാക്കിയിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തല വൃത്തിയായിട്ട് ആ മണമൊക്കെ പോകും.